വെറും 30 ദിവസം കൊണ്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? ഭീമമായ ഇൻവെസ്റ്റ്മെന്റുകളൊന്നുമില്ലാതെ ഞാൻ തുടങ്ങിയ ഒരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പേര് നിതിൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് റയോക്സ് എന്ന യൂട്യൂബ് ചാനൽ. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബ്രാൻഡ് തുടങ്ങുക എന്നത്. എന്നാൽ പറയത്തക്ക ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബിസിനസിന്റെ ആദ്യ ഘട്ടം വളരെ പ്രയാസം നിറഞ്ഞായിരുന്നു. കാരണം പ്രോഡക്റ്റ് ആണോ സർവീസ് ആണോ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ യുവതികളുടെ ആഭരണത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു ഞാൻ കണ്ട ബിസിനസ് സാധ്യത. ഏകദേശം ഒരാഴ്ച മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനിങ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്ത ഘട്ടം എന്ന നിലയിൽ ബഡ്ജറ്റിംഗ് ആണ് നടത്തിയത്. ഏകദേശം 60,000 രൂപ ബഡ്ജറ്റിലാണ് അവസാനം വന്നെത്തിയത്. ബഡ്ജറ്റ് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ നമുക്കൊരു പാർട്ട്ണറിനെ കൂടെ കൂട്ടേണ്ട ആവശ്യം വന്നു. പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം 916 ഹോൾമാർക്ക് ഉള്ള ഒരാളെ തന്നെ തിരഞ്ഞെടുക്കണം. കാരണം സ്വന്തം വാല്യൂ കൂടണമെന്നും ഗ്രോ ചെയ്യണമെന്നും വിചാരിക്കുന്ന ഒരാളെ കൂടെ കൂട്ടുമ്പോഴാണ് നമ്മളെ ബ്രാൻഡ് അതിൻ്റെ കൂടെ വളരുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസിംഗ് ആണ് ചെയ്തത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്തത്. ഏകദേശം 30,000 രൂപ ബഡ്ജറ്റിലാണ് ഞങ്ങൾ ആ ഫസ്റ്റ് പർച്ചേസ് കഴിഞ്ഞത്. ആദ്യം തന്നെ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാം എന്നതായിരുന്നു ഞങ്ങളുടെ ഐഡിയ. എന്നാൽ നമ്മുടെ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് സൂക്ഷിക്കാനും ഷോക്കേസ് ചെയ്യാനും ഒരു സ്ഥലം ആവശ്യമായിരുന്നു. അപ്പോഴാണ് ഷോപ്പ് എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഏകദേശം ഒരു 20,000 രൂപ ബഡ്ജറ്റിൽ ഒരു ഷോപ്പ് കണ്ടെത്തുകയും ഏകദേശം 3,000 മുതൽ 4,000 രൂപ വരെ മാസം റെന്റിന് ഒരു ഷോപ്പ് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഷോപ്പ് ഒരു ആശയമായിട്ട് വരുന്നത്. അടുത്ത ഘട്ടം എന്ന നിലയിൽ നമുക്കൊരു ബ്രാൻഡ് നെയിം ആയിരുന്നു ആവശ്യമായിട്ട് വന്നത്. എന്നാൽ മുന്നേ തന്നെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിന്റെ നെയിമാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചത്. നമുക്ക് ഡൊമൈനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രാൻഡ് നെയിമിങ് വളരെ ഈസി ആയിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഡോക്യുമെന്റ് ചെയ്തു പോകുന്നത് മറ്റാരും നമ്മുടെ പേര് അടിച്ചു മാറ്റാതിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. വ്യക്തമായ വിഷനാണ് എപ്പോഴും നമ്മളെ ബ്രാൻഡ് ആക്കി മാറ്റുന്നത്. നമ്മുടെ ബ്രാൻഡിന്റെ വിഷൻ എന്താന്ന് വെച്ചാൽ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ക്വാളിറ്റി ലേഡീസ് ഐറ്റംസ്, ആക്സസറീസ് ഇതെല്ലാം പ്രീമിയം ഫീൽഡ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഒരു വിഷൻ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.